ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ മൗനരാഗത്തിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രാഹുലിൻ്റെ ആ ജഡം. കാരണം മാംസം എല്ലാം കടിച്ചു കീറി കഴിഞ്ഞു, പക്ഷേ ആ ഒരു അസ്ഥികൂടങ്ങൾ പോലീസുകാർ പൊതിഞ്ഞങ്ങനെ വെച്ചിരിക്കുകയാണ് കാട്ടിൽ തന്നെ. അപ്പോൾ പോലീസുകാർ ഇങ്ങനെ നിരീക്ഷിക്കേണ്ടത് എങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും, ആരായിരിക്കും എന്നൊക്കെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വേലുവും അതേപോലെ തന്നെ നമ്മുടെ അമലും കൂടി ഓടിപ്പാഞ്ഞ് എത്തുന്നത്. അപ്പോൾ വേലു ചോദിക്കണം, എന്തായി സാറേ, ആരാണ് സാറേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആരാണ് എന്താണെന്ന് ആർക്കറിയാടോ, കുറേ എണ്ണങ്ങൾ വരും, ഒരു പേടിയില്ല. ആ ഫോട്ടോഗ്രാഫിയൊക്കെ എടുക്കാൻ വേണ്ടി ഓരെണ്ണങ്ങളൊക്കെ വന്നോളൂ, എന്നിട്ട് മനുഷ്യന് പാടുണ്ടാക്കി വെക്കാനാണ്. എത്ര എണ്ണോടെ ഇങ്ങനെ തീർന്നെന്നറിയാവോ? ഏതോ ഒരുത്തൻ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി കയറി വന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. അവനെ ഏതോ മൃഗങ്ങൾ കടിച്ച് കീറിക്കൊന്ന് മാംസം പോലുമില്ല, വെറും അസ്ഥിക്കൂടെ മാത്രമാടോ. അയ്യോ സാറേ, അപ്പം ആരാണ് എന്താണ് എന്നൊന്നും അറിഞ്ഞില്ലല്ലേ? ആരാണ് എന്താണെന്നൊന്നും അറിയില്ല, പക്ഷെ ഒരു പേഴ്സ് കിട്ടിയിട്ടുണ്ട്. ആ പേഴ്സിലെ നമ്പർ വെച്ച് ഏതായാലും വീട്ടിൽ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയണം. ആരുടെയാണെന്നാവോ, അവർ വന്ന് കൊണ്ടുപോകാതിരിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, അല്ലാണ്ട് നമുക്കിതിൽ കൂടുതലൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ. അപ്പം നമ്പർ കിട്ടിയെന്ന് അറിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും വേലുവിന് കുറച്ച് പേടിയൊക്കെ തോന്നി. അപ്പോൾ നമ്മുടെ അമലുവിനാണെങ്കിൽ ഭയങ്കര ടെൻഷനും തോന്നിക്കണം. അപ്പോൾ അമലു വേലുവിനോട് പറയാണ്, അതെ വേലുവേട്ടൻ, നമുക്ക് വിളിച്ച് പറയണ്ടേ, കിരൺ സാറെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും തീർച്ചയായിട്ടും കിരൺ സാറെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയണം. പാവം കിരൺ സാറ് ഇതെല്ലാം അറിയട്ടെ, സന്തോഷിക്കട്ടെ. അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടതാണല്ലോ ഇങ്ങനെ തീർക്കാൻ വേണ്ടി. ഇപ്പോൾ ഒരു മാംസ കഷ്ണം പോലും അയാളുടെ ദേഹത്തില്ല, അയാൾ തീരട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാം. എത്രയും പെട്ടെന്ന് വിളിച്ച് കാര്യങ്ങളെല്ലാം പറയണം. ഇനിയിപ്പോൾ ഫോണിൽ വിളിച്ചിട്ട് അവരുടെ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നതെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ അമലുവും അതേപോലെ തന്നെ വേലുവും കൂടി നേരെ അവിടെ നിന്ന് പോവുക കിരണിനെ കാണാനായിട്ട്. അങ്ങനെ കിരണിനെ കാണാനായിട്ട് ചെല്ലുക. കിരണിനെ കാണാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഹോസ്പിറ്റലിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ അമലുവാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്, കാദംബരിയെ കണ്ട് ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക. അപ്പോൾ കിരണും പറയുകയാണ്, എന്താ കാര്യങ്ങളൊക്കെ, എന്തായി വേലു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, സാറേ അത് പിന്നെ പോലീസുകാരെ അയാളുടെ ജഡം കണ്ടെത്തി പൊതിഞ്ഞങ്ങോട്ട് വെച്ചിരിക്കുകയാണ്. മാംസകഷ്ണം പോലെ ഒന്നുമില്ല, ചുമ്മാ എല്ല് മാത്രമാണ്. പക്ഷേ എന്നാലും ചടങ്ങുകൾ തന്നെയാണല്ലോ സാറേ. അതുകൊണ്ട് പേഴ്സിൽ കാണുന്ന നമ്പറിൽ വിളിക്കുമെന്നൊക്കെ പറയുന്നത്. ചിലപ്പോൾ വീട്ടിലാരെങ്ങളുടെ നമ്പർ ആയിരിക്കും. ആ ജഡം അങ്ങോട്ട് കൊണ്ടുവരാനായിരിക്കും തീരുമാനിച്ചിട്ടുണ്ടാവുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ജഡം എന്തിനാണ് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്? അതിൻ്റെ കാര്യമൊന്നുമില്ല. അവനെ വീട്ടിലേക്ക് പോലും അടുപ്പിക്കാൻ പറ്റില്ല. അവൻ്റെ ജഡമാണെങ്കിൽ പോലും എൻ്റെ വീടിൻ്റെ മുറ്റത്ത് അവനെ ദഹിപ്പിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കാതിരുന്ന പോരെ. പക്ഷേ എൻ്റെ അമ്മ പോലും സ്വന്തം ആങ്ങളെയാ, എന്നാൽ പോലും അമ്മയ്ക്ക് അവനോട് ഒരു ഇതുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കിരൺ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ അമലിനോട് ചോദിക്കുകയാണ്, അമലു നിനക്ക് കല്യാണിയെ കാണണ്ടേ എന്ന് കിരൺ ചോദിച്ചപ്പോഴേക്ക്, വേണ്ട സാറേ എനിക്ക് കാണണ്ട, കല്യാണി ചേച്ചി എനിക്ക് കാണണ്ട സാറേ എന്ന് പറയണം. അതെന്താ നിനക്ക് കല്യാണിയെ കാണണ്ടെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ കിരൺ ആകാംക്ഷയോട് ചോദിക്കുകയാണ്. അപ്പോഴേക്കും വേലു, അത് പിന്നെ വേറൊന്നും കൊണ്ടല്ല സാറേ, കല്യാണി ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് കാണാനായിട്ട് അമലിന് പറ്റില്ല. കല്യാണി ചേച്ചിയെ ഒരുപാട് സ്നേഹിച്ചതല്ലേ അമലു. കല്യാണി ചേച്ചിക്ക് വേണ്ടി ഒരുപാട് വഴിപാടുകളെല്ലാം കഴിച്ചു, ഓരോ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്ന കാണാനായിട്ട് അമലിന് പറ്റില്ല. എന്നിട്ടും അമൽ അവിടെ ഇരുന്ന് ഇങ്ങനെ കരയാണ്. അപ്പോൾ കിരൺ പറയാണ്, അമലു നീ ഇങ്ങനെ സങ്കടം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല. ഇപ്പം കല്യാണിക്ക് കുഴപ്പമൊന്നുമില്ലെന്നേ, അപകടനില തരണമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കല്യാണിയെ പോയി ഒന്ന് കാണാം, അവൾക്കതൊരു ആശ്വാസമാവട്ടെ. നിന്നെ ചോദിച്ചതേ ഉള്ളൂ കല്യാണി, നീ വന്നോ, നീ എവിടെയാണ്, നീ ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞോ എന്നൊക്കെ എന്നോട് കല്യാണി ചോദിച്ചതേ ഉള്ളൂ. അപ്പോൾ കല്യാണിയെ നീ കാണാനായിട്ട് പോകണമല്ലോ, അത് കണ്ടിട്ട് ആശ്വാസമാവട്ടെ എന്നൊക്കെ പറയുമ്പോഴാണ് നേഴ്സ് ഐസിയിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അപ്പോൾ നേഴ്സിനോട് ചോദിക്കുകയാണ്, അതെ കല്യാണിയെ ഈ കുട്ടിക്കൊന്ന് കാണണമെന്നാണ് പറയുന്നത്, നേഴ്സ് സിസ്റ്ററെ ഒന്ന് സമ്മതിക്കുമെന്ന് ചോദിച്ചപ്പോഴേക്കും, സാറേ അത് പിന്നെ റിസ്ക് ആണ് സാറേ, ഞാൻ ഡോക്ടറോട് പറഞ്ഞോളാം. അപ്പോൾ ഡോക്ടർ സമ്മതിക്കുകയാണെങ്കിൽ പോയി കണ്ടോട്ടെ. കുഴപ്പമില്ല സാറേ, കുട്ടി പോയി കണ്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നേഴ്സ് അവിടെ നിന്ന് പോവുകയാണ്. പോയി കഴിഞ്ഞപ്പോഴേക്ക് അമലുവിനോട് പറയുകയാണ്, അമലു പോയി കണ്ടിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് അമലുവിനെ പറഞ്ഞയക്കുക. അപ്പോൾ നമ്മുടെ കാദംബരി പറയണ, പാവം കുട്ടി, കല്യാണിയെ അത്രമാത്രം ഈ കുട്ടി സ്നേഹിച്ചിട്ടുണ്ട്, എങ്ങനെ സ്നേഹിക്കാതിരിക്കും? ഈ കല്യാണി കാരണമാണല്ലോ അമലുവിൻ്റെയും വേലുവിൻ്റെയും കല്യാണം നടക്കാനുള്ള കാരണം എന്ന് വേലുവും ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അമലു നേരെ ഐസിയുലേക്ക് കയറി ചെല്ലുക. അപ്പോൾ ഐസിയുലേക്ക് കയറി
ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കല്യാണിയുടെ കിടപ്പുണ്ട്. കല്യാണിയുടെ അപ്പം നല്ല മയക്കത്തിലായിരുന്നു. കല്യാണം കിടപ്പുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിന് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ അമലു കല്യാണിയുടെ അടുത്ത് പോയി നിന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ കിടന്ന് കരയാണ്. അപ്പോൾ കരയുന്ന ആ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കല്യാണി പതിയെ കണ്ണു തുറക്കാം. അപ്പോൾ കണ്ണു നിൽക്കണ അമലു, അമലു നീ വന്നു അമലു, നിന്നെക്കുറിച്ച് ഞാൻ ചോദിച്ചതേ ഉള്ളൂ അമലു, കിരണേട്ടനോടെ. അല്ല നീ എന്തിനാ അമലു ഇങ്ങനെ കരയുന്നത്? ഇങ്ങനെ കരയുന്നത് ശരിയാണോ അമലു? എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാനിപ്പോൾ ഓക്കെയാണ് അമലു. നീ ഇങ്ങനെ കരയുന്നത് കാണുമ്പോഴേ എനിക്ക് സങ്കടം തോന്നുന്നു. നീ ഇങ്ങനെ കരയുകയാണെങ്കിൽ എന്നെ കാണാൻ വരണ്ടായിരുന്നല്ലോ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്? ഇങ്ങനെ കരയാനോ? ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു അമലു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമലു പെട്ടെന്ന് കണ്ണീര് തുടക്കുകയാണ്. ചേച്ചി അവനില്ലേ, അവൻ പോയി ചേച്ചി. കിരണേട്ടൻ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞായിരുന്നു. ചേച്ചി, എന്നാൽ ചേച്ചിയെ പോലുള്ളൊരു വ്യക്തിയെ അവൻ കുത്തിയല്ലേ ചേച്ചി. എനിക്കത് ആലോചിക്കുമ്പോൾ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല അമ്മലോ, എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ. അവന് കിട്ടേണ്ട ശിക്ഷ മുഴുവനും കിട്ടിക്കഴിഞ്ഞു ചേച്ചി. പിന്നെ പോലീസുകാർ അവൻ്റെ ജഡം കണ്ടെത്തിയിട്ടുണ്ട്. അവന് വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകുമെന്നാണ് പോലീസുകാരുടെ ഒരു നിഗമനം. അത് നടക്കാൻ പോകുന്നില്ല, അവരാരും അവൻ്റെ ജഡം കേട്ടാനായിട്ട് പോകുന്നില്ല എന്ന് കല്യാണിയും പറയാണ്. നീ ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കുക. നീ ഇങ്ങനെ സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് സങ്കടവും എൻ്റെ മനസ്സിന് ഇപ്പോൾ നല്ലൊരു ആശ്വാസമൊക്കെ ഉണ്ട്. എല്ലാവരും ദ്രോഹിച്ച് നടന്നവനാണല്ലോ, അവനിപ്പോൾ തീർന്നല്ലോ. അതൊക്കെ ആലോചിക്കുമ്പോൾ വളരെയേറെ സന്തോഷമുണ്ടെന്നൊക്കെ പറയാം. അങ്ങനെ പിന്നീട് സരയുവിനെ കാണിക്കുകയാണ്. അപ്പോൾ സരയു ഇങ്ങനെ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കുമാണ് നമ്മുടെ അവിടുത്തെ മാനേജർ വരുന്നത്. മാനേജർ വന്നിട്ട് പറയുകയാണ്, സരയു എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സരയുവിനോട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലാനായിട്ട് പറഞ്ഞു. വീട്ടിലേക്ക് ചെല്ലാനോ? അയ്യോ അതെന്താ എന്നോട് പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലാനായിട്ട് പറഞ്ഞത്? അതൊന്നും അറിയില്ല. സരയുവിനോട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലാനാണ് അവരെന്നോട് വിളിച്ച് പറഞ്ഞത്. സരയുവിൻ്റെ ആൻറ്റി തന്നെയാണ് പറഞ്ഞതെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരയുവിനാകെ പേടി തോന്നി. ദൈവമേ, ഇനി മോൾക്ക് എന്തെങ്കിലും അസുഖം ബാധിച്ചിട്ടുണ്ടാവുമോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്നേ. ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. വിളിക്കണ്ട, അങ്ങോട്ട് ചെല്ലാനല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ വിളിക്കാൻ നിൽക്കുന്നത്? ചെല്ലാൻ പറഞ്ഞാൽ ചെല്ലുക. പിന്നെ മോൾക്കൊന്നും അസുഖം ഉണ്ടായി കാണില്ല. അങ്ങനെ മോൾക്ക് അസുഖം ഉണ്ടെങ്കിൽ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ലേ? അവിടെ സരവിൻ്റെ ആൻറ്റിയും അമ്മയൊക്കെ ഇല്ലേ? അപ്പോൾ പിന്നെ മോളുടെ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വിളിക്കേണ്ടെന്ന് പറഞ്ഞാൽ വിളിക്കണ്ട, സരയോ അങ്ങോട്ട് ചെന്നാൽ മതി. മനസ്സിലായല്ലോ എന്ന് ഈ മാനേജർ ഭയങ്കര ദേഷ്യത്തോടെ പറയുകയാണ്. അങ്ങനെ പിന്നെ സരയുവിനെ അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ സരയു അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ ഇയാളിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, അവൾ അവിടെ ചെല്ലട്ടെ, സ്വന്തം തന്ത മരിച്ച് തരിപ്പണമായെന്ന് അവൾ അറിയട്ടെ, അവിടെ ചെല്ലും പറഞ്ഞാൽ മതി എന്നൊക്കെ ഇയാളിങ്ങനെ ചിന്തിക്കുക. അങ്ങനെ നമ്മുടെ കിരണിനെയും അതേപോലെ തന്നെ രൂപയെയും CS-നെയും ഈ ശാരിയൊക്കെ കാണിക്കുകയാണ്. ഇവരിങ്ങനെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രൂപ പറയണം, അവൻ എൻ്റെ ആങ്ങളെയാണ്, പക്ഷെ അവൻ എൻ്റെ ആങ്ങളയായിട്ട് എനിക്ക് കണക്കൂട്ടാനായിട്ട് പറ്റില്ല. അവന് ഇങ്ങനൊരു മരണം തന്നെ വേണം സംഭവിക്കാനായിട്ട്. അപ്പോൾ ശാരിയാണെങ്കിൽ ഇങ്ങനെ വിഷമടക്കി പിടിച്ച് സഹിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇവരുടെ മുന്നിൽ ഒന്നും പറയാനായിട്ട് പറ്റില്ല. കരഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുലിനോട് സ്നേഹമാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ശാരി ഇറക്കി വിട്ടാലൊന്ന് പേടിച്ച് അങ്ങനെ അടക്കി പിടിക്ക് നിൽക്കുകയാണ്. അപ്പോൾ എന്താ ശാരി, നിനക്കെന്താ വിഷമമൊന്നുമില്ലേ? നിന്റെ ഭർത്താവാണ് മരിച്ചു തരിപ്പണമായി പോയത്. അവന് സാധാരണ മരണമല്ല കിട്ടിയത്, അവന് മൃഗങ്ങൾ കടിച്ച് പറിച്ച് കൊന്നല്ലേ ചെയ്തത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ശാരിയാണെങ്കിൽ ഞാൻ എന്തിനാണ് രൂപയെ സങ്കടപ്പെടുന്നത്? അയാളെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ഒരു സങ്കടവുമില്ല. അയാൾ മരിച്ചത് നന്നായെന്ന് വിഷമത്തോടു കൂടി തന്നെ ശാരി അവിടെ അവതരിപ്പിക്കുകയാണ്. അങ്ങനെയല്ല ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സരയു പാഞ്ഞെത്തുകയാണ്. കാറിൽ പാഞ്ഞെത്തി വെപ്രാളത്തോടു കൂടി തന്നെയാണ് കയറി വരുന്നത്. എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നാണ് പേടി. അപ്പോൾ സരയു ചോദിക്കണം, എന്താ എന്നെ വിളിച്ച് വരുത്തിയത്, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ CS പറയുകയാണ്, ഇനി മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല, ഉള്ള കാര്യം തുറന്നടിച്ച് പറയാം. ഇവിടെ ഒരു മരണം സംഭവിച്ചു. മരണോ? ആരുടെ മരണം? അത് വേറെ ആരുടെയല്ല, നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞു നടക്കുന്നവനില്ലേ, രാഹുൽ ബഗാസുരൻ, അവൻ്റെ മരണം. ഇത് കേട്ട സരയു ഒന്ന് ഞെട്ടിപ്പോവാണ്. ആകനെ വല്ലാത്തൊരവസ്ഥ നിൽക്കുക. അവനെ നിസാര മരണമൊന്നല്ല കിട്ടിയത്. അപ്പോൾ കിരൺ ഇങ്ങനെ പറയണം, അതെ, കല്യാണിയെ കുത്തിയിട്ട് അവനെ ഓടി രക്ഷപ്പെട്ടതേ കാട്ടിൽ പോയി ഒളിച്ചിരിക്കാനായിരുന്നു അവൻ്റെ തീരുമാനങ്ങളൊക്കെ. അങ്ങനെ കാട്ടിൽ വെച്ച് കുറേ മൃഗങ്ങളെല്ലാം കടിച്ചു കീറി കൊന്നെന്നൊക്കെയാണ് പോലീസ് പറഞ്ഞത്.
അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സരയുവിന് സഹിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം അച്ഛനെ ഒരുപാട് സ്നേഹിച്ചില്ല. കാരണം സരയുവിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് കൊണ്ടാണല്ലോ തൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നിങ്ങനെ ആലോചിച്ച് ആകെ എങ്ങനെ പതറി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ സരയു പറയാണ്, നന്നായി, അയാൾക്ക് അങ്ങനെ ഒരു ശിക്ഷ കിട്ടിയല്ലോ, അയാൾക്ക് അർഹതപ്പെട്ട ശിക്ഷ തന്നെയാണ് കിട്ടിയത്. എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ കിരൺ. ഞാനെന്തിനാ അയാളെക്കുറിച്ച് സങ്കടപ്പെടുന്നത്? അയാളെൻ്റെ ആരുമല്ല എന്ന് പറയുമ്പോൾ ഷാരി ഒന്ന് സരയുവിനെ നോക്കിയാണ്. സ്വന്തം അച്ഛനല്ലേ ഇവളെന്താ ഇങ്ങനെ പറയുന്നത് എന്നാണ് ഷാരി ആലോചിക്കുന്നത്. അപ്പോൾ സരയു പറയാണ്, നന്നായി, എനിക്ക് ഇതിൽ യാതൊരു സങ്കടവും ഇല്ല കിരൺ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രൂപയ്ക്കും ഒക്കെ സന്തോഷം തോന്നി. അപ്പോൾ രൂപ പറയണം, അതെ, അവൻ മരിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞങ്ങൾ തന്നെയാണ്. അവൻ അർഹതപ്പെട്ട മരണം തന്നെ കിട്ടി. കാട്ടുമൃഗങ്ങൾ അവനെ കടിച്ച് കീറി കൊന്നില്ലേ, അത് തന്നെയാണ് അവന് കിട്ടിയ ഏറ്റവും വലിയ ഇത് എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെയല്ലേ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആംബുലൻസ് വരുന്നത്. ഇതെന്താ നമ്മുടെ വീടിൻ്റെ മുന്നിൽ ആംബുലൻസൊക്കെ, ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും CS പറയുകയാണ്, ഇനി അവൻ്റെ ജഡം വല്ലതും കൊണ്ടുവന്നതായിരിക്കോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആരാ അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പറഞ്ഞത്? അപ്പോൾ നമ്മുടെ കിരൺ, ഞാനൊന്നുമല്ല, ഞാനൊന്നും കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുന്നില്ല. എങ്കിൽ പിന്നെ അതൊന്ന് കാണുമല്ലോ, അവൻ ഈ വീട്ടുമുറ്റത്ത് പോലും കയറ്റാൻ പാടില്ലെന്നാണ് എൻ്റെ ആഗ്രഹം. സ്വന്തം കൂടപ്പിറപ്പാ, പക്ഷേ എന്നാലും ഞാൻ അവനെ വെറുത്തതുപോലെ ആരും വെറുത്തിട്ടുണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് രൂപ നേരെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോൾ എന്താടോ എന്ന് ചോദിച്ചപ്പോഴേക്കും, അത് പിന്നെ ഇവിടുത്തെ ബോഡിയാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്, ഇവിടെ ഇവിടെയാണ് പോലീസുകാരെ ഏൽപ്പിക്കാനായിട്ട് പറഞ്ഞത്. ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നോ? ഒരു കൊണ്ടുവരലും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇവിടെ കയറ്റേ വേണ്ട. അപ്പോൾ സരയുവാണെങ്കിൽ അകത്തിരുന്ന് ഭയങ്കര കരച്ചിലാണ്. എൻ്റെ ദൈവമേ, എൻ്റെ അച്ഛൻ്റെ ബോഡിയാണല്ലോ, ദൈവമേ, ഇവരുടെയൊക്കെ മുന്നിൽ നിന്ന് കരയാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണല്ലോ ഞാൻ നിൽക്കുന്നത്, ഇതെന്തൊരു വിധിയാണ് എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരൊക്കെ തുടക്കുകയാണ്. കണ്ണീരൊക്കെ തുടക്കി സരയു പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഈ രൂപ ഈ ഡ്രൈവറോട് ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ മേലാൽ ഇവനിവിടെ ദയിപ്പിക്കാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല, ഇങ്ങോട്ട് കയറ്റിക്കൂടെ, താൻ കൊണ്ടുപോകാൻ നോക്ക്, ഏതെങ്കിലും തെമ്മാടിക്കുഴി കൊണ്ട് അടയ്ക്കിയാൽ മതി, അല്ലാതെ ഇവിടെ ആർക്കും അവനായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന രീതിയിൽ തന്നെയാണ് രൂപ അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ CS ആണെങ്കിൽ അവനെ അടക്കാനുള്ള എന്ത് ചിലവാണെങ്കിലും ഞങ്ങൾ തന്നോളാം, പക്ഷേ ഈ വീട്ടുമുറ്റത്ത് അവനെ അടക്കാനായിട്ട് ഞങ്ങൾ അനുവദിക്കില്ല എന്നിങ്ങനെ കടുത്ത് തന്നെ പറയാണ്. വേണമെങ്കിൽ ഇവനെ അടക്കുന്ന സമയത്ത് ഇവൻ്റെ ഭാര്യയും മകളും വരും. ഇത് കേട്ട നമ്മുടെ സരയുവാണെങ്കിൽ ഞാനെന്തിനാ പോകുന്നത്? എനിക്ക് കാണണ്ട, ആരും ദഹിപ്പിക്കുന്നത് എനിക്ക് കാണേണ്ട ആവശ്യമില്ല, ഞാനോ അയാളും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞു കൂട്ടുക. അപ്പോൾ ഇത് കേട്ട ഷാരിയാണെങ്കിൽ, മോളെ, എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ അച്ഛനല്ലേ, ദഹിപ്പിക്കാൻ പോകുന്ന സമയത്ത് നീ വേണം, ചടങ്ങുകളെല്ലാം നടത്തണം, കർമ്മങ്ങളെല്ലാം. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ CS, അതെ, ചടങ്ങുകളും കർമ്മങ്ങളെല്ലാം ഒക്കെ നടത്തണം, കാരണം അവൻ ജീവിച്ചിരുന്നപ്പോൾ ഒരു പിശാശായിട്ട് നടന്ന് എല്ലാവരെയും കൊന്നൊടുക്കിയവനാണ് അവൻ. അപ്പോൾ അതുകൊണ്ട് അവന് വേണ്ടിയുള്ള ചടങ്ങുകൾ നടത്തണം, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞ് ഇനി അവൻ ആത്മാവായി വന്ന് മറ്റുള്ളവർക്ക് ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അത് ചെയ്തേ മതിയാവുള്ളെന്നൊക്കെ പറയാ. എൻ്റെ പാവപ്പെട്ട കല്യാണി മോളെ കുത്തിയിട്ട് അവൻ പോയത്, അവൻ ഇങ്ങനെ തന്നെ മരണം സംഭവിച്ചല്ലോ, നിങ്ങൾ എടുത്തോണ്ട് പോകാൻ നോക്ക്, സരയും നേരെ ഇറങ്ങി ചെല്ല് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് അവരുടെ മുഖം പോലും കാണണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഡ്രൈവർ പറയാണ്, അയ്യോ മാഡം, അങ്ങനെ മുഖമൊന്നും കാണാനായിട്ട് പറ്റില്ല മാഡം, കാരണം ശരീരത്തൊരു തുള്ളി മാംസം പോലും ഇല്ല, മാംസങ്ങളെല്ലാം മൃഗങ്ങളെല്ലാം മുറിച്ച് തിന്നു എന്ന് പറയുമ്പോൾ സരയുവിൻ്റെ ചങ്കങ്ങൾ കിടന്ന് പൊട്ടി മറിയാണ്. അങ്ങനെ ഡ്രൈവർ ആംബുലൻസിൽ കയറി വണ്ടി എടുക്കുക. അപ്പോൾ നമ്മുടെ സരയും ശാരിയും കൂടി വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യാണ്. അങ്ങനെ ഏതായാലും അവൻ മരിച്ചല്ലോ, അവനെ കൊണ്ടുള്ള ശല്യം തീർന്നല്ലോ മോനെ കിരണേ. അതെ അമ്മേ, ശല്യം തീർന്നു, ഇനി അവനുണ്ടാവില്ല എന്നിങ്ങനെ പറയാം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് സരയും ഷാരിയും കൂടി വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുക. സരയു പിടിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും കുറച്ചിങ്ങ് നീങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഡ്രൈവറോട് പറയാണ്, ചേട്ടാ, എനിക്ക് കുറച്ച് വെള്ളം വേണമായിരുന്നു. ശരി മാഡം, എങ്കിൽ പിന്നെ ഞാനിവിടെ നിർത്തി വെള്ളം മേടിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലത്ത് നിർത്തി അയാൾ കടയിലേക്ക് കയറി പോവുകയാണ്. അപ്പോഴേക്കും അയാൾ പോയതും സരയും അങ്ങോട്ട് പൊട്ടിപ്പോയി. സരയിരുന്നിങ്ങനെ ഭയങ്കര കരച്ചിലോട് കരച്ചിൽ. അങ്ങനെ കരയുമ്പോൾ സരയു പറയുകയാണ്, അമ്മ, എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല അമ്മ, ഞാൻ
എത്ര നേരം എൻ്റെ മനസ്സിൽ ഈ വേദനയെല്ലാം സങ്കടങ്ങളെല്ലാം അടക്കി പിടിച്ചെന്ന് അറിയാവോ? എന്ത് പറഞ്ഞാലും എൻ്റെ അച്ഛനല്ലേ, എനിക്ക് വേണ്ടിയാണ് അയാൾ ജീവിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ മരണം സംഭവിച്ചതെന്ന് അറിയാവോ? കല്യാണിയെ കൊല്ലാൻ വേണ്ടി കിരണിനെ എനിക്ക് നേടിത്തരാൻ വേണ്ടി പുറപ്പെട്ട അച്ഛനാ. അതുകൊണ്ടാ അച്ഛൻ ഇങ്ങനെ മരണം സംഭവിച്ചത്. കേട്ടോ ശാരി ഞെട്ടിപ്പോണം. മോളെ നീ എന്തൊക്കെയാ പറയുന്നത്? അതെ, കിരണിനെ നേടിത്തരാൻ വേണ്ടിയാ അച്ഛൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതമ്മേ എന്നിങ്ങനെ പറയാണ്. പക്ഷേ അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയ പോലുമില്ല. പക്ഷേ എനിക്ക് ഉറപ്പാണ് അച്ഛൻ മനഃപൂർവ്വം കടലൊക്കെ കയറി പോയതല്ല. കൊന്നിട്ട് കാട്ടിക്കൊണ്ട് ഇട്ടതാ. അല്ലെങ്കിൽ അച്ഛൻ അനങ്ങാൻ പറ്റാത്ത വിധം കാട്ടില് അവന്മാർ കെട്ടിയിട്ടിട്ടുണ്ടാകും. അതുകൊണ്ടാ അച്ഛൻ ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. അതേ മോളെ, നീ പറഞ്ഞ സത്യം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും അയാൾ നിന്റെ അച്ഛനാണല്ലോ. എത്രയൊക്കെ ദ്രോഹം ചെയ്താലും അയാളുടെ മരണം ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ ശാരിയും പറയാണ്. ഞാൻ പിന്നെ കരയാതെ പിടിച്ചു നിൽക്കുകയായിരുന്നു അമ്മേ. പിന്നെ ഞാൻ അതുകൊണ്ട് തന്നെയാണ് അയാളോട് കുറച്ച് ജ്യൂസ് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞുകൊണ്ട് പുറത്ത് വിട്ടത്. അല്ലെങ്കിൽ അയാളുടെ മുന്നിൽ കരഞ്ഞാൽ ആ ഡ്രൈവർ കിരണിനോട് സത്യങ്ങൾ പറയില്ലേ, പിന്നെ നമ്മൾ രണ്ടുപേരെയും അടിച്ച് പുറത്താക്കില്ലേ എന്നൊക്കെ പറയാണ്. അതേ മോളെ, അതുകൊണ്ടാണ് ഞാനും പിടിച്ചു നിന്നത്. ഞാനങ്ങനെ കരഞ്ഞു പോയിരുന്നെങ്കിൽ എന്നെ രൂപയും സിയസും കൂടി പുറത്തേക്ക് ഇറക്കി വിടും. അപ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ആ ഡ്രൈവർ വരികയാണ്. ഡ്രൈവർ ജ്യൂസ് കൊടുക്കുകയാണ്. സരയുവാണെങ്കിൽ ഒന്നും അറിയാത്ത രീതിയിൽ സന്തോഷത്തോടെ ജ്യൂസ് കുടിക്കുകയും ചെയ്യാണ്. അവർ വണ്ടി എടുത്ത് പോവുകയും ചെയ്യാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സി അഗൈൻ. ബൈ.